പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നന്ദയുടെയും കുഞ്ഞിന്റെയും മരണം ഉറപ്പിച്ചതിനെ തുടർന്ന് ആകെ തകർന്നു പോയിരിക്കുകയാണ് ഗൗതം. മാത്രവുമല്ല, ഇനി കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ആലോചിക്കുകയും ചെയ്യുന്നു. തനിക്ക് യാതൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആകെ വീട്ടുകാരുടെ മുൻപിൽ തകർന്ന് ഇരിക്കുകയാണ് ഗൗതം. കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയിരിക്കുന്നു. ഇതിനെല്ലാം കാരണം എൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന ഗൗതം, ഞാൻ ഒരിക്കലും അവളോട് അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു എന്ന് അറിയിച്ചിരിക്കുകയാണ്. പക്ഷേ ഇനി പറഞ്ഞിട്ട് എന്താണ് കാര്യമെന്ന് അവിടേക്ക് കടന്നു വരുന്ന പിങ്കി പറയുകയും നഷ്ടപ്പെട്ടവർ തിരികെ വരികയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്തായാലും എല്ലാം ശരിയാകും, യാതൊരു വിധത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ എല്ലാവരും തന്നെ കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഗൗതം ധൈര്യമായി മുന്നിലേക്ക് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കലും ഗൗതം തളരരുത്. ഗൗതമിൻ്റെ കൂടെ എന്നും ഞാനുണ്ടാകും എന്നുള്ള ഉറപ്പും നൽകിക്കൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് പിങ്കി. പിങ്കിയുടെ ഈ നീക്കങ്ങൾ കാണുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ്. ഗൗതമിൻ്റെ അമ്മയെ പിങ്കിയുടെ സ്വഭാവം കൃത്യമായി അറിയുന്നത് കൊണ്ട് തന്നെയാണ് അവർ ഈ കാര്യത്തെ പറ്റി ആലോചിക്കുന്നത്. എന്നാൽ ഇതേ സമയം ഗൗതമാകട്ടെ ഇനി തനിക്ക് ജോലിക്ക് പോകാനൊന്നും തൽക്കാലത്തേക്ക് വയ്യ എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഗൗതമിനോട് ലീവ് എടുക്കാൻ ആവശ്യപ്പെടുകയാണ് പിങ്കി. ഗൗതമിൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് വീട്ടുകാരോട് പറയുകയും ഗൗതമിന് ഇപ്പോൾ റെസ്റ്റാണ് വേണ്ടത് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് വീട്ടുകാർ എന്താണ് പറയേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു പോകുന്നു. ഇതേ തുടർന്ന് വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ പിങ്കി. മാത്രവുമല്ല, ഗൗതമിൻ്റെ ഭാര്യയായി മാറാൻ തനിക്കിനി അധികം സമയം വേണ്ട എന്ന് പിങ്കി മനസ്സിലാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.